ഇരിക്ക് ഇരിക്ക്. ആ ആ ഇതില് ടെസ്റ്റില് ഒരു കുഴപ്പമില്ല. പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാര്യത്തില് ഞാൻ 2 ഗുളിക തരാം, അത് മാത്രം കഴിച്ചാൽ മതി. അത് ഗ്യാസിനുള്ള 2 ഗുളിക തരാം കേട്ടോ. ആ ഇപ്പൊ സന്തോഷമായില്ലപ്പോ നിങ്ങക്ക്? ഒരു അസുഖം നിങ്ങൾക്ക് ഇല്ല. എന്തൊരു സന്തോഷം. ഇതിപ്പോ ഞങ്ങള് 10, 5, 6 ചെലവാക്കി കൊടുക്കുന്ന ടെസ്റ്റ്, ഇതേ ടെസ്റ്റ് തന്നെയല്ലേ ഇപ്പൊ ഞങ്ങൾ നേരത്തെ അതൊന്ന് പൊളിച്ചു നോക്കി പറഞ്ഞിട്ട് നിങ്ങൾ പൊളിച്ചു നോക്കിയോ? അല്ല അതേ ടെസ്റ്റ് തന്നെയല്ലേ ഇപ്പൊ ചെയ്തിക്കണേ? അല്ല ഇവിടുന്ന് ചെയ്യുമ്പോഴേ നമുക്കത് ഇതിന് പൈസ കൊടുക്കണ്ടേ? അതല്ലേ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തായി? ഒരു അസുഖം ഇല്ല എന്നുള്ള വ്യക്തമായി. ആ ടെസ്റ്റ് തന്നെ നേരത്തെ കൊടുന്നീനതേ. അതെന്താ വെച്ചാൽ അത് നമുക്ക് ടെസ്റ്റ് ശരിക്കും വിശ്വസിക്കാൻ പറ്റൂലേ? അങ്ങനെ വിശ്വസിച്ചാൽ നമുക്ക് പറ്റണ ഗവൺമെന്റ് ഒരു ലൈസൻസ് കൊടുക്കണം ടെസ്റ്റ് ചെയ്യാൻ. നമുക്ക് ഇപ്പോ ഒരു അസുഖം ഇല്ല, അതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും നല്ലത്. ഈ പൈസ ആരാ തരുഞ്ഞി? അവിടെ ഒരു 7 റുപ്യ 6 റുപ്യ ചില്ലറ ചെലവായി, ഇവിടെ അതിന്റെ മേലെ കുറച്ച് പൈസ അധികം ചെലവായി. ഈ പൈസ 10, 15 റുപ്യോളായി. എന്തായാലും നിങ്ങൾക്ക് അസുഖം ഇല്ല എന്നുള്ള ഇപ്പൊ വ്യക്തമായല്ലോ. അത് ആദ്യത്തെ ടെസ്റ്റ് തന്നെ ഉണ്ടല്ലോ, അത് നിങ്ങൾ നോക്കായിട്ടല്ലേ? അല്ല ഇവിടുന്ന് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ബോധ്യപ്പെടുള്ളൂ, എങ്കിലേ നമുക്ക് അത് വിധി ചെയ്താൻ പറ്റുള്ളൂ. ഞമ്മക്ക് ഇപ്പൊ 5, 6 റുപ്യാണ് പോയത്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഞങ്ങൾക്കല്ല സന്തോഷായി. നിങ്ങൾക്കാ സന്തോഷായത്. അത് പറയാൻ പറ്റൂല. നിങ്ങള് അസുഖം നിങ്ങൾക്കല്ലേ, അസുഖം ഉണ്ടോ ഇല്ലേ കിട്ടേണ്ടി നിങ്ങൾക്ക് കിട്ടി, നിങ്ങളെ അസുഖം ഇപ്പൊ മാറി. അസുഖങ്ങൾ എന്താണെന്ന് വ്യക്തമാണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നേരത്തെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പലരും അവിശ്വസനീയമായ ടെസ്റ്റുകളൊന്നും ഞാൻ സ്വീകരിക്കൂല. നിങ്ങൾ അവിശ്വസനീയ ടെസ്റ്റ് പറ്റൂല എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ആ ടെസ്റ്റ് ഞാൻ തുറന്നു നോക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ തുറന്നു നോക്കി? നിങ്ങള് അത് വ്യക്തമല്ലാത്തോണ്ടാണ് ഞാൻ നിങ്ങൾ നോക്കിയാലല്ലേ. അത് പുറത്തുനിന്ന് ചെയ്യുന്നത് നമ്മൾ സ്വീകരിക്കൂല, ഇവിടുന്ന് ചെയ്യുന്നത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ 2 ഗുളിക എഴുതി തരും, അത് കുടിച്ചാ പിന്നെ വേറെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഞങ്ങള്. അതല്ല, ഇത് ഇതിനായിട്ട് ഇരിക്കുന്ന ആളാണ്, നമ്മൾ വരുന്നതാണ് ആളാണ്. അയാളെന്തിനാ നമ്മൾ കുറ്റം പറയുന്നത്? ഞാൻ വേറെ ആരെങ്കിലും പുറത്ത് നിൽക്കണമല്ലോ? നമുക്ക് പുറത്ത്